അങ്ങനെ ഞങ്ങളിന്ന് ഗുരുവായൂർക്ക് പോലുള്ള പരിപാടിയിലാണ് കേട്ടോ. ഞങ്ങളെന്ന് പറയാൻ മാത്രം അറിയില്ല, ഇവിടുന്ന് ഞാനൊരു ഇതും മാത്രമേ ഉള്ളൂ കേട്ടോ. വാ ചാമിനാണോ പോണ്ടേ, വാ എനിക്ക് കുളിപ്പിച്ചാലോ കുട്ടീനെ, വാ 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 വാ. എന്താണ് വായോ, ഇത് വണ്ടി വന്നു, പോവാ നമുക്ക് കുളിച്ചിട്ട്. ഞങ്ങളെ കുളിച്ചു ഗൈസ്. ചേട്ടൻ അമ്പലത്തേക്ക് വരുന്നില്ല എന്നാട്ടാ പറഞ്ഞത്, പക്ഷെ അമ്പലത്തേക്ക് ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഋതു റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞങ്ങള് കണ്ണനെ കാണാൻ പോവാണ് ഗൈസ്. കണ്ടിട്ട് വരാം അല്ലേ? എനിക്കൊരു 4-5 മണി നേരം വെളുക്കുന്നതിന് മുന്നേ ഗുരുവായൂർ എത്തണമായിരുന്നു കേട്ടോ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. നമ്മൾ എത്തുമ്പോഴേക്കൊക്കെ നല്ലോണം നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്കും ഉത്സവമായിട്ട് ഗുരുവായൂർ എത്താൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ ഒരു വിധേന ഞാനിന്ന് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് അധികം സമയമൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഈ പകർച്ചയ്ക്കുള്ള പാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ നൈസായിട്ട് കഞ്ഞിയും പുഴുക്കും വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ വേഗം. ഗുരുവായൂരപ്പൻ്റെ പുഴുക്കിൻ്റെ ആരാധകരുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ഞാൻ ഭയങ്കര ഫാനാട്ടോ. എനിക്ക് കഞ്ഞിയല്ല പുഴുക്കാണ് ഭയങ്കര ഇഷ്ടം. പിന്നെ ഇവിടുത്തെ മോരുകറി ഒരു രക്ഷയില്ല കേട്ടോ. അത് ഈ കഞ്ഞിയുടെ വണ്ടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോ സ്റ്റേജിലും ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ ഒന്നും കഴിക്കാണ്ട് ഇറങ്ങി, കാരണം നല്ല വിശപ്പും ദാഹമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാൽപ്പായസം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. നല്ല ലൈനായിരുന്നു, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ ഋതുവിന് പിന്നെ കരിമ്പ് ജ്യൂസ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളൊരു കരിമ്പ് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചു. റൂട്ടിൽ കണ്ടില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഓട്ടോ ഒക്കെ കിട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകാനിട്ടാ. നല്ല കുത്തിരി കഞ്ഞിയാട്ടോ, നല്ല ചൂട് കുത്തിരിക്കഞ്ഞി. പിന്നെ പുഴുക്ക്, എനിക്ക് കഞ്ഞി കുറച്ചാട്ടോ വേണ്ടത്, എനിക്ക് പുഴുക്കാണ് വേണ്ടത്. ഞാൻ പുഴുക്ക് ഞാൻ കുറേ കോരിയിട്ടുണ്ട് കേട്ടോ. അത് കോരിയിട്ടിട്ട് ആ ചൂട് കഞ്ഞിയും പുഴുക്കും കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. ഇനിയും കഞ്ഞി കുടിക്കാത്തവരുണ്ടെങ്കിൽ വേഗം വിട്ടോട്ടെ, 2 ദിവസം കൂടെ കഞ്ഞിയുള്ളൂ കേട്ടോ.